അമേരിക്ക ശരിക്കും ഇറാനെ ആക്രമിക്കുമോ? പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകം ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്. ആയുധബലം കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്ക തങ്ങളുടെ ഏറ്റവും രഹസ്യമായ ആയുധങ്ങൾ പുറത്തെടുക്കാൻ തയ്യാറെടുക്കുകയാണോ? വെറുമൊരു മിസൈൽ ആക്രമണമല്ല, മറിച്ച് ശത്രുവിന്റെ ഗുഹയിൽ കയറി തലയെറുക്കാൻ ശേഷിയുള്ള 7 മാരക സൈനിക യൂണിറ്റുകളാണ് പൊതുവെ പെന്റഗണിന്റെ കരുത്തായി കണക്കാക്കുന്നത്. ലോകത്തിന്റെ ഏതു കോണിലും മണിക്കൂറുകൾക്കുള്ളിൽ പറന്നെത്തി കൃത്യമായ പ്രഹരം നൽകാൻ ശേഷിയുള്ള ഈ എലൈറ്റ് കില്ലർ ഫോഴ്സുകൾ ഇറാനിലേക്ക് വിന്യസിക്കപ്പെട്ടാൽ പിന്നെ തിരിച്ചൊരു വരവുണ്ടാകില്ല എന്നും അമേരിക്ക വാദിക്കുന്നു. അമേരിക്ക കില്ലാടികൾ എന്ന് വിളിക്കുന്ന സൈന്യത്തിന്റെ ഈ 7 കരുത്തുറ്റ കരങ്ങളെക്കുറിച്ചും അവരുടെ അമാനുഷിക ശേഷികളെക്കുറിച്ചുമുള്ള വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ? അമേരിക്കൻ സൈന്യത്തിന്റെ പക്കൽ ലോകത്തെവിടെയും വേഗത്തിൽ വിന്യസിക്കാനും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും ശേഷിയുള്ള വളരെ പ്രത്യേകമായ സ്പെഷ്യൽ ഓപ്പറേഷൻ സേനകളുണ്ട് എന്നത് വസ്തുതയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് DEVGRU അഥവാ സീൽ ടീം 6 ആണ്. US നാവികസേനയുടെ ഈ 1ാം നിര സേനയാണ് ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിലും ബന്ദികളെ രക്ഷിക്കലിലും ആഗോളതലത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്. 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ കടന്നുകയറി ലോകം ഭയന്ന ഭീകരൻ ഒസാമ ബിൻ ലാദനെ വധിച്ചതിലൂടെയാണ് ഇവർ ചരിത്രം കുറിച്ചത്. പേർഷ്യൻ ഗൾഫിലും തീരദേശ മേഖലകളിലും ഇറാനെതിരെ സമുദ്രം വഴിയുള്ള ഏതൊരു രഹസ്യ നീക്കത്തിനും ഡേബ്രൂവിന് പകരം വെക്കാൻ മറ്റൊരു സേനയില്ല. നാവികസേനയ്ക്ക് സീൽ ടീം 6 ഉണ്ടെങ്കിൽ കരസേനയുടെ കുന്തമുനയാണ് ഡെൽറ്റ ഫോഴ്സ്. കരസേനയുടെ 1ാം സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷണൽ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഇവർ ബന്ദികളെ മോചിപ്പിക്കുന്നതിലും അതീവ രഹസ്യമായ രഹസ്യാന്വേഷണ ദൌത്യങ്ങളിലും വിദഗ്ധരാണ്. പലപ്പോഴും സാധാരണക്കാരുടെ വേഷത്തിൽ ശത്രു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവർക്ക് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ അഥവാ ഹൈ വാല്യൂ ടാർഗറ്റ്സ് ഇല്ലാതാക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഇതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗമാണ് US ആർമി റേഞ്ചേഴ്സ്. വ്യോമതാവളങ്ങൾ പിടിച്ചെടുക്കുന്നതിലും നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിലും മികവ് പുലർത്തുന്ന ഈ എലൈറ്റ് ഇൻഫൻട്രി സേനയ്ക്ക് ലോകത്തിന്റെ ഏതു കോണിലും 18 മണിക്കൂറിനുള്ളിൽ വിന്യസിക്കപ്പെടാൻ കഴിയും. വലിയ ദൌത്യങ്ങളിൽ ചുറ്റളവുകൾ സുരക്ഷിതമാക്കി ഡെൽറ്റ ഫോഴ്സിനെ പിന്തുണയ്ക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി. ഇറാന്റെ ഭൂമിശാസ്ത്രം നോക്കിയാൽ അവിടെ പാരമ്പര്യേതര യുദ്ധമുറകൾ പയറ്റാൻ ഗ്രീൻ ബെററ്റ്സ് എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. വിദേശ ആഭ്യന്തര പ്രതിരോധത്തിലും ഗറില്ല യുദ്ധങ്ങളിലും മികവ് പുലർത്തുന്ന ഇവർക്ക് ശത്രുനിരകൾക്ക് പിന്നിൽ പ്രാദേശിക പോരാളികളെ സംഘടിപ്പിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഭാഷാ വൈദഗ്ധ്യവും സാംസ്കാരിക പരിശീലനവും ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ ദീർഘകാല തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ സഹായിക്കും. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ ശത്രുതാപരമായ പ്രദേശത്തേക്ക് ഈ കമാൻഡോകളെ സുരക്ഷിതമായി എത്തിക്കാൻ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റ് അഥവാ നൈറ്റ് സ്റ്റാക്കേഴ്സ് തയ്യാറാണ്. പരിഷ്കരിച്ച ചിനൂക്ക് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ ദൃശ്യപരത ഒട്ടുമില്ലാത്ത അവസ്ഥയിലും പറന്നു വന്ന് ശത്രുവിനെ ഞെട്ടിക്കാൻ ഇവർക്ക് കഴിയും. കടലിലൂടെയും കരയിലൂടെയും ഒരേപോലെ പ്രഹരിക്കാൻ ശേഷിയുള്ള മറൈൻ റൈഡേഴ്സ് ആണ് മറ്റൊരു വിഭാഗം. മറൈൻ കോപ്സ് ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ ഭാഗമായ ഇവർ നേരിട്ടുള്ള ആക്രമണങ്ങളിലും നിരീക്ഷണങ്ങളിലും മിടുക്കന്മാരാണ്. ഇവരുടെ ഉഭയജീവി പൈതൃകം ഉപയോഗപ്പെടുത്തി പേർഷ്യൻ ഗൾഫിലെ തീരദേശങ്ങളിൽ ഇറാനെതിരെ മാരകമായ നീക്കങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കും. ഇതിനൊപ്പം തന്നെ യുദ്ധകളത്തിൽ വീണുപോയ പൈലറ്റുമാരെയും ഒറ്റപ്പെട്ട സൈനികരെയും രക്ഷപ്പെടുത്താൻ പാരാ റെസ്ക്യൂമെൻ അഥവാ PJയെ അമേരിക്ക വിന്യസിക്കും. ശത്രുരേഖകൾക്ക് പിന്നിൽ കടന്ന് ജീവൻ പണയം വെച്ച് ആളുകളെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രപരമായും സൈനികമായും പ്രത്യേക പരിശീലനം ലഭിച്ച ഒരേയൊരു വിഭാഗമാണിവർ. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇത്രത്തോളം വർദ്ധിച്ച സാഹചര്യത്തിൽ പെന്റഗൺ ഈ എലൈറ്റ് യൂണിറ്റുകളെ ഇതിനോടകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തേക്കാൾ ഉപരിയായി കൃത്യമായ സർജിക്കൽ സ്ട്രൈക്കുകൾ വഴി ഇറാന്റെ സൈനിക കരുത്ത് തകർക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച ഈ 7 യൂണിറ്റുകൾ ഒരുമിച്ച് നീങ്ങിയാൽ അത് ഇറാന്റെ പ്രതിരോധ കോട്ടകളെ തകർക്കുമെന്ന് അമേരിക്കൻ അനുകൂലികൾ വിശ്വസിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ ഈ 7 അജയ്യ ശക്തികൾ ഇറാനെതിരെ നീങ്ങുമ്പോൾ അത് മേഖലയെ ഒന്നടങ്കം മാറ്റിമറിക്കും. ഇവർക്കെതിരെ ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ വെറും വാക്കുകളാകുമോ, അതോ അമേരിക്കയുടെ ഈ ആയുധബലം പശ്ചിമേഷ്യയുടെ അന്ത്യത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. അമേരിക്കയുടെ ഈ 7 സൈനിക യൂണിറ്റുകൾ വെറുമൊരു പേരുകളല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയും മനുഷ്യസാധ്യമായതിലപ്പുറമുള്ള പരിശീലനവും ചേർന്ന കൊലയാളി യന്ത്രങ്ങളാണ്. ഇറാനുമായി നേരിട്ട് ഒരു സംഘർഷമുണ്ടായാൽ ആകാശത്തും കടലിലും കരയിലും ഈ 7 കരങ്ങളിലൂടെയാകും അമേരിക്ക പ്രതികരിക്കുക. ആയുധങ്ങൾ കൊണ്ട് ഇറാനെ തോൽപ്പിക്കാമെന്ന് അമേരിക്കൻ അനുകൂലികൾ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ മലനിരകളിൽ ഈ പടയാളികൾക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപിന്റെ കൈവശമുള്ള ഈ 7 ഡെഡ്ലി സിൻസ് ഇറാന്റെ വിധി നിർണ്ണയിക്കുമോ, അതോ അമേരിക്കൻ കരുത്ത് ഇറാനിന്റെ കുഞ്ഞൻ ഡ്രോണുകൾക്ക് മുന്നിൽ മുട്ടുമടക്കുമോ? അറിയില്ല.